My dear students, today we are going to discuss about the previous year's question paper discussion about the rural development. ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. മാർച്ച് 2019 ഒരു ക്വസ്റ്റ്യൻ ആണ്. പോയിന്റ് ഔട്ട് എനി ഫോർ ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ഫോർ ദ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇപ്പോൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഇതിൽ അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചർ ആൻഡ് അതർ ആൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് എന്നുള്ള രീതിയിൽ ആൻസർ എഴുതി കൊടുക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഏരിയാസ് ടു ബി അഡ്രസ്ഡ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിന് മാർച്ച് 2019 ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഏരിയാസ് ടു ബി അഡ്രസ്ഡ് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഗ്രാമീണ വികസനം സാധ്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ഓഫ് ഈച്ച് ലൊക്കാലിറ്റി. അതേപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻക്ലൂഡ് ലിറ്ററസി, മോർ സ്പെസിഫിക്കലി ഫീമെയിൽ ലിറ്ററസി, എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ആൾസോ ദ പബ്ലിക് ഹെൽത്ത് എന്നുള്ളതാണ് ഇതിൽ സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്. തേർഡ് പോയിന്റ് ആയിട്ട് ലാൻഡ് റിഫോംസ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ലൈക്ക് ഇറിഗേഷൻ, മാർക്കറ്റിംഗ്, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആൻഡ് ഫെസിലിറ്റി ഫോർ ദ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എക്സ്പാൻഷൻ തുടങ്ങിയിട്ടുള്ള മേഖലകൾ നോക്കേണ്ടതാണ്. ദെൻ പോയിന്റ് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ പോവർട്ടി അലിവിയേഷൻ, അല്ലെങ്കിൽ പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാരെ പരിഹരിക്കേണ്ട ചില മാർഗ്ഗങ്ങൾ. ഇപ്പോൾ പോവർട്ടി അലിവിയേഷൻസ് പ്രോഗ്രാംസ് ഒക്കെ റൂറൽ ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ട് വരുന്നതാണ്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോൾഡൻ റവല്യൂഷൻ റിലേറ്റഡ് ടു ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, പെസിക്കൾച്ചർ ആൻഡ് നൺ ഓഫ് ദം. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗോൾഡൻ റവല്യൂഷൻ? ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ നെക്സ്റ്റ് വൺ, മാച്ച് ദ കോളം ബി ആൻഡ് സി വിത്ത് എ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആൻസേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ആൻസർ വരുന്നത് ഗ്രീൻ റവല്യൂഷൻ. ഇറ്റ്സ് റിലേറ്റഡ് ടു ഹൈ ഹീൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ്, ദെൻ യൂസസ് ഓഫ് ഫെർട്ടിലൈസർ. ഇൻഡെക്സ് നമ്പർ റിലേറ്റഡ് ടു ദ കറന്റ് ഇയർ ആൻഡ് ദ ബേസ് ഇയർ. ഈ ടേബിളിലെ ആൻസേഴ്സ് ശ്രദ്ധിക്കുക. ഗ്രീൻ റവല്യൂഷൻ, ഹൈ ഹീൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ് ആൻഡ് യൂസസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഇറ്റ്സ് ഓൾ ആർ റിലേറ്റഡ് ടു ഗ്രീൻ റവല്യൂഷൻ. ഇൻഡെക്സ് നമ്പർ, കറന്റ് ഇയർ ആൻഡ് ബേസ് ഇയർ. സാർക്ക്, ബ്രിക്സ്, ASEAN. പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിൽ ദ ക്വസ്റ്റിനെയർ, ടെലിഫോൺ ഇൻ്റർവ്യൂ. ലോറൻസ് കർവ്, മീൻ ഡീവിയേഷൻ ആൻഡ് കോട്ടേജ് ഡീവിയേഷൻ. അപ്പോൾ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, demographic data on birth and death rate in India collected and published by RGI, NSSO, CSO and Labour Bureau. ഇതിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് എന്ത് ഡെമോഗ്രാഫിക് ഡാറ്റ ഓൺ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് കളക്ട് ചെയ്യുന്നതും അത് പബ്ലിഷ് ചെയ്യുന്നതും RGI ആണ്, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ദെൻ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. UGC, NCERT, SCERT ആൻഡ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ UGC, NCERT, SCERT ഒക്കെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡും നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡെന്റൽ ക്യാപ്ഷൻ, സ്റ്റെപ്പ് ആൻഡ് ടെസ്റ്റ് എന്നുള്ളതുണ്ട്. ഇതിൽ ഏതാ പെടാത്തത്? Then test ആണ്. Others are related to the parts of a table. Mode, median, quartiles and percentiles. Then it's odd one out mode ആണ്. Others are related to the partial values. Chemical fertilizer, high yield variety of seeds, licensing and irrigation. ഇതിൽ licensing ഒഴികെ others are related to the green revolution. Then next question, development of rural areas is essential for India's overall development. Give suggestion for further development in rural areas in India. അപ്പോൾ ഇതിൽ ഹിൻസ് തന്നിട്ടുണ്ട്. നമ്മൾ റൂറൽ ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ റൂറൽ മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ റൂറൽ ക്രെഡിറ്റ്, ദെൻ ആൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ ആൻസർ എഴുതണം. അപ്പോൾ ഇതിൽ ഓപ്ഷൻ തന്നിട്ടുണ്ട്. റൂറൽ ക്രെഡിറ്റ്, ഓർഗാനിക് ഫാമിംഗ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്നിവ ബേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് പോകാം. ഏറ്റവും ആദ്യം, റൂറൽ ഡെവലപ്മെൻറ്റ് ഈസ് ക്വൈറ്റ് കോംപ്രിഹെൻസീവ് ടേം ബട്ട് എസെൻഷ്യൽ മീൻസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൂറൽ ക്രെഡിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ ആൻസർ കൊണ്ടുവരണം. പിന്നെ അതേപോലെ തന്നെ ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻ റൂറൽ ഏരിയാസിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസർ എഴുതണം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടത്, ഇപ്പോൾ അല്ലെങ്കിൽ റൂറൽ ബാങ്കിൻ്റെ, നമ്മൾ റൂറൽ ക്രെഡിറ്റ് ബാങ്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിറ്റുകൾ എന്തെല്ലാമാണുള്ളത് കൊടുക്കുന്നത്. ടു ഇൻക്രീസ് ദ ഫാം ആൻഡ് നോൺ ഫാം ഔട്ട്പുട്ട് ബൈ പ്രൊവൈഡിങ് ദ സർവീസസ് ആൻഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ദ ഫാർമേഴ്സ്. അപ്പോൾ നമ്മൾ റൂറൽ ബാങ്കുകളുടെ പോസിറ്റീവ് സൈഡുകളെ കുറിച്ച് ആൻസർ എഴുതണം. ദെൻ അതേപോലെ തന്നെ
achieving the food security which is clear from the abundant buffer stock grains. നമ്മൾ ഫുഡ് ഗ്രെയിൻസ് ശേഖരിച്ച് വെക്കാൻ അല്ലെങ്കിൽ നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റിൽ ഫുഡ് ഗ്രെയിൻസ് സ്റ്റോക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇതിൽ എഴുതേണ്ടതാണ്. ദെൻ ജനറേറ്റിംഗ് ദ ക്രെഡിറ്റ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഇൻ റൂറൽ ഏരിയാസ്. അതിനെക്കുറിച്ച് നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള എസ് എഴുതുമ്പോൾ അതിൽ വേണം റിപ്പോർട്ട് വേണം. ദെൻ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് എഴുതണം. അപ്പോൾ ഇത്രയും ഏരിയകൾ ഉൾക്കൊള്ളിക്കുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു എസ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനെ എഴുതണം, റൂറൽ ക്രെഡിറ്റിനെ കുറിച്ച് എഴുതണം, ദെൻ ആൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡിനെ കുറിച്ച് എഴുതണം. ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എസ് ടൈപ്പ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the spread of the green revolution technology enabled India to achieve the self-sufficiency in food grains. Do you agree with this statement? Substantiate your answer. അപ്പോൾ നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിൽ വന്നത് നമ്മുടെ ഇന്ത്യയിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ ഫുഡ് ഗ്രെയിൻസിൻ്റെ ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യൂ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ എസ് എന്നുള്ള രീതിയിൽ എഴുതാം. കാരണം നിങ്ങൾക്കറിയാം അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോളിസിയാണ് ഗ്രീൻ റെവല്യൂഷൻ. ആ ഗ്രീൻ റെവല്യൂഷൻ്റെ കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കാനും നമ്മുടെ ഫുഡ് ഗ്രെയിൻസിൻ്റെ റേറ്റ് കുറയ്ക്കാനും അതേപോലെ തന്നെ നമുക്ക് പോവർട്ടി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാനൊക്കെ കാരണമായിട്ടുള്ളത് ഗ്രീൻ റെവല്യൂഷൻ ആണ് എന്നുള്ള കാര്യം അതിൽ ഉൾക്കൊള്ളിക്കാം. ആക്ടിവിറ്റീസ് ഓഫ് കുടുംബശ്രീ യൂണിറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ എംപവർമെൻറ്റ് ഓഫ് വിമൺ. ഹൗ ഫാർ ഇറ്റ് വിൽ പ്രൊമോട്ട് ദ എംപവർമെൻറ്റ് ഓഫ് വിമൺ ഇൻ യുവർ ഓൺ വ്യൂ? ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു, ഇപ്പോൾ കുടുംബശ്രീ പ്രോഗ്രാം നിങ്ങളുടെ നാട്ടുകളിലൊക്കെ കുടുംബശ്രീ പ്രോഗ്രാമുകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്ത്രീകൾ ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുടുംബശ്രീ പ്രോഗ്രാംസൊക്കെ വിമൺ എംപവർമെൻറ്റിനെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കാരണമാക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യൂ എഴുതാനാണ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഇതിൽ കുടുംബശ്രീ പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്, വിമൺ എംപവർമെൻറ്റിനെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ആ പല രീതിയിൽ സഹായിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് ഇവിടെ കൊടുക്കാം. കുടുംബശ്രീ പ്രോഗ്രാംസ് ഹെൽപ്സ് ടു ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ഇറ്റ് ഗേവ് ദ മോട്ടിവേഷൻ ടു ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഹെൽപ്സ് ടു ദ മൈക്രോ ഫിനാൻസിങ് ആൻഡ് ഇറ്റ്സ് ഹെൽപ്സ് ടു ദ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആൻഡ് ഇറ്റ്സ് ഹെൽപ്സ് ടു ദ റൂറൽ പോവർട്ടി ഇറാഡിക്കേഷൻ. അതുമാത്രമല്ല, നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻ്റ് ഭാഗമായിട്ട് സ്ത്രീകൾക്ക് ജോലികൾ ലഭിക്കുകയും ആ സ്ത്രീകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിന് കുടുംബശ്രീ പോലുള്ള പ്രോഗ്രാംസ് ഉപകരിക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബശ്രീ പ്രോഗ്രാം നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ളതാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ കോളം എ ബി ആൻഡ് സി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ ആണ് ഇതിലുള്ളത്. ഗ്രീൻ റെവല്യൂഷൻ, ഹൈ ഹീൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ്, then wheat, poverty head count ratio, National Sample Survey Organization, journal, newspaper and economic survey, NABARD, rural credit and land development banks, global warming, ozone depletion and industrial revolution. അപ്പോൾ ഇത് ആൻസർ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്: ഗ്രീൻ റെവല്യൂഷൻ, ന്യൂസ് പേപ്പർ, റൂറൽ ക്രെഡിറ്റ്, ഹൈ ഹീൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ്, ദെൻ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോളത്തിൻ്റെ ആൻസർ ആണ് ഇവിടെ ഇത് വന്നിട്ടുള്ളത്. ഗ്രീൻ റെവല്യൂഷൻ, ഹൈ ഹീൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ്, വീറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ചാപ്റ്ററിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ 2019 മുതൽ 2009 ഓർ 2010 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമ്മറി അതേപോലെ തന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസും അടുത്ത ഭാഗത്ത് നോക്കാം. പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാവുന്ന ചില ഭാഗങ്ങളെക്കുറിച്ചൊന്ന് പറയാം. ഒന്ന്, agriculture marketing and rural credit system, regional rural banks, the role of the regional rural banks, NABARD, banking system, agriculture marketing system, then alternative livelihood areas, then diversification of agriculture, organic farming, the positive side of organic farming. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്നത്. അപ്പോൾ എക്സാമിന് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്, ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചില മോഡൽ ക്വസ്റ്റ്യൻസ് അഡീഷണൽ ആയിട്ട് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂഡ് കുറേ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്: എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്സ്, ലാൻഡ് റിഫോംസ്, മെഷേഴ്സ് ഓഫ് ഓൾ എലിവേഷൻ ഓഫ് പോവർട്ടി, ഓൾ ദി എബോവ്. അപ്പോൾ ഇതിൽ എല്ലാതും ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. ഓൾ ദി എബോവ് ആണ് ആൻസർ.
shift of workforce from agriculture to other allied activities like livestock, poultry, fisheries, etc. is known as diversification. അഗ്രികൾച്ചർ മേഖലയിൽ നിന്ന് മറ്റ് മേഖലയിലേക്ക് ആൾക്കാർ ജോലിക്ക് അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലേക്ക് മാറുന്നുവെങ്കിൽ അത്തരത്തിലുള്ള നമ്മൾ എന്ത് വിളിക്കുന്നു, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചർ സിസ്റ്റം എന്ന് വിളിക്കുന്നു. ദെൻ ഗോൾഡൻ റെവല്യൂഷൻ അസോസിയേറ്റഡ് വിത്ത് ഹോർട്ടിക്കൾച്ചർ ആണ്. ഗോൾഡൻ റെവല്യൂഷൻ റിലേറ്റഡ് ടു ഹോർട്ടിക്കൾച്ചർ. ദെൻ ഹൗ മെനി ബാങ്ക്സ് വെർ നാഷണലൈസ്ഡ് ഇൻ 1969? ഒരു 1 മാർക്ക് 2 മാർക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 1969 നാഷണലൈസ് ചെയ്ത ബാങ്കുകൾ 14 ബാങ്കുകളാണ്. ദെൻ വൈറ്റ് റെവല്യൂഷൻ റിലേറ്റഡ് ടു മിൽക്ക് ആണ്. ബ്ലൂ റെവല്യൂഷൻ റിലേറ്റഡ് ടു ഫിഷ് ആണ്. ദെൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ഓർഗാനിക് ഫാമിംഗ്? It is labor intensive, it is an environment friendly, it use locally produced organic inputs, all the above. ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാ ഈ പോയിന്റിലുണ്ട്. അപ്പോൾ all the above എന്നുള്ള ആൻസർ കൊടുക്കാം. Then complete the following statement. The credit provisions of self-help group are generally referred to as micro credit programs എന്ന് പറയുന്നത്. നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ് SHGs എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്തെന്ന് അറിയപ്പെടുന്നുണ്ട്? മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. മാർക്കറ്റ് യാർഡ്സ് ബെനിഫിറ്റ് ഫാർമേഴ്സ് ആസ് വെൽ ആസ് ദ കൺസ്യൂമേഴ്സ്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? നമുക്ക് ഇവിടെ റെഗുലേറ്റഡ് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്, ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ റെഗുലേറ്റഡ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത, ഫാർമേഴ്സിൻ്റെ അവർ നേരിടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അഗ്രികൾച്ചർ ക്രോപ്സിനെ അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് ഫേവറബിൾ റേറ്റ് കിട്ടാത്ത ഒരു, അല്ലെങ്കിൽ അവർക്കുള്ള സസ്റ്റെയിൻ റേറ്റ് കിട്ടാത്ത ഒരവസ്ഥയാണ്. അവരുടെ പ്രോഡക്റ്റിന് നമുക്ക് ഫെയർ പ്രൈസ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ ഏത് വരുന്നതോടുകൂടി മാറുന്നുണ്ട്? റെഗുലേറ്റഡ് മാർക്കറ്റുകൾ വരുന്നതോടുകൂടി മാറുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ എഴുതി കൊടുക്കേണ്ട ആൻസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ടൻവ എന്ന് പറഞ്ഞു. അപ്പോൾ തമിഴ്നാടുകളിൽ അവരുടെ സ്ത്രീകൾ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോജക്റ്റാണ് എന്ന് പറയുന്നത് തൻവ എന്ന് പറയുന്നത്. തൻവ സ്റ്റാൻഡ് ഫോർ തമിഴ്നാടു വിമൺ ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ അവിടുത്തെ സ്ത്രീകൾ പുതിയ പുതിയ ടെക്നിക്കുകൾ, അഗ്രികൾച്ചറിൻ്റെ പുതിയ ടെക്നിക്കുകൾ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അഗ്രികൾച്ചർ ഏരിയയിൽ പോയിട്ട് കൃഷി ചെയ്തിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ആ പ്രോജക്റ്റിനെയാണ് തൻവ എന്നറിയപ്പെടുന്നത്. നെയിം ഫ്യൂ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിൻ്റെ പേര് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഹോർട്ടിക്കൾച്ചറൽ പ്രോഡക്റ്റുകളാണ്. ദെൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ലിവിങ് ഇൻ ദ റൂറൽ ഏരിയാസ് എത്രയാണ്? 75%. നബാർഡ് ഈസ് ദ ഓപ്പൺ ബാങ്ക് പ്രൊവൈഡിങ് ക്രെഡിറ്റ് ടു ദ സെക്ടർ. ഏത് സെക്ടറിലാണ്? അഗ്രികൾച്ചർ സെക്ടറിലാണ് നബാർഡ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. The golden revolution was the period of very high productivity in the food grains, അല്ലേ, ഹോർട്ടിക്കൾച്ചർ, അതേപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഗോൾഡൻ റെവല്യൂഷൻ റിലേറ്റഡ് ടു ദ ഹോർട്ടിക്കൾച്ചർ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ബൈ ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഒരു സിമ്പിൾ തിയറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്കോ ഫ്രണ്ട്ലി ടെക്നോളജി ഓഫ് കൾട്ടിവേഷൻ ഈസ് നോൺ ആസ് ഓർഗാനിക് ഫാമിംഗ്. ഇറ്റ് ഈസ് ദ ഫാമിംഗ് വിത്തൗട്ട് യൂസിങ് ദ കെമിക്കൽ ഫെർട്ടിലൈസർ ഓർ പെസ്റ്റിസൈഡ്സ്. ഇറ്റ് യൂസസ് ദ നാച്ചുറൽ മാനർ. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓർഗാനിക് ഫാമിംഗ് എന്താണെന്നുള്ളത് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഗീവ് റീസൺ ഫോർ ദ ഡിക്ലൈൻ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഇൻ GDP ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പിന്നോക്കാവസ്ഥയിലെ GDPയിലേക്കുള്ള അതിൻ്റെ ഷെയറൊക്കെ കുറഞ്ഞു വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത്. അതായത് നമ്മൾ അഗ്രികൾച്ചറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് മറ്റ് ജോലികളിലേക്ക്, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ജോലിയിലേക്ക് മാറുന്നതോടുകൂടി അഗ്രികൾച്ചർ മേഖലയിൽ ജനങ്ങളുടെ എന്താണ് സ്കേഴ്സിറ്റി അനുഭവപ്പെടുകയും അത് അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം കൊടുക്കുക. നെയിം ദ ടേം ഗോൾഡൻ റെവല്യൂഷൻ. ഗോൾഡൻ റെവല്യൂഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോർട്ടിക്കൾച്ചർ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ നെയിം ഫ്യൂ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുണ്ടായിരുന്ന ചില ട്രഡീഷണൽ ഇൻഡസ്ട്രീസാണ്. പോട്ടറി ഇൻഡസ്ട്രീസ്, ക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്, ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽസ്, ബാംബു തുടങ്ങിയവ ഇതിനാണ്. ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ കുടുംബശ്രീ ഇൻ കേരള. കുടുംബശ്രീയെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒന്നുകൂടി പറയാം. കുടുംബശ്രീ ഈസ് എ വിമൺ ഓറിയൻറ്റഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് പോവർട്ടി റിഡക്ഷൻ പ്രോഗ്രാം ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള. The objective of this group is to encourage saving, the small saving in women group, create more employment and productive atmosphere in the women's group.
നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കുടുംബശ്രീ പ്രോജക്റ്റ് എന്നുള്ളത് കൊണ്ടുവരിക. ദെൻ പ്രിപ്പയർ എ നോട്ട് ഓൺ നബാർഡ്. നബാർഡ് 1982 ആണ് രൂപീകരിച്ചത്. അത് അഗ്രികൾച്ചർ മേഖല അല്ലേ, നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. 1982 ജൂലൈയിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ മേഖലയിലെ ഡെവലപ്മെൻറ്റും അതേപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിൽ ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ് നബാർഡിൻ്റെ മെയിനായിട്ടുള്ള റോൾ. Then next question, what are the alternative channel available for agriculture marketing? Give example. ഇപ്പോൾ അഗ്രികൾച്ചർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചാനൽസിൻ്റെ പേരുകളാണ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റീജിയണൽ റൂറൽ ബാങ്ക്സ്, കൊമേഴ്സ്യൽ ബാങ്ക്, നബാർഡ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഒക്കെ. ഇതെന്താണ്? ദ ഫോളോയിങ് ആൾട്ടർനേറ്റീവ് ചാനൽ അവൈലബിൾ ഫോർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില ചാനലുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തുള്ളത്. ദെൻ ക്രിട്ടിക്കലി appraise the rural banking operation in the light of the recent farmers suicide in India. ഫാർമേഴ്സ് കേരളത്തിൽ സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വയനാട് മേഖലകളും അട്ടപ്പാടി മേഖലകളിലൊക്കെ ഫാർമേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സൂയിസൈഡ് ചെയ്യുമ്പോൾ റൂറൽ ബാങ്കിങ്ങുമായിട്ട് ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാം വെച്ചാൽ റൂറൽ ബാങ്കുകൾ കൊടുക്കുക. റൂറൽ ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ബാങ്കിങ് എന്നുള്ള കാര്യം നൽകുക. എന്നാൽ ബാങ്കുകളിൽ നിന്ന് ലോണുകൾ അഗ്രികൾച്ചർ പർപ്പസസിന് വേണ്ടിയിട്ട് വാങ്ങിക്കുമ്പോൾ പലപ്പോഴും ഹെവി അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരികയും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഫാർമേഴ്സ് സൂയിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. കാരണം നമ്മൾ അഗ്രികൾച്ചർ ക്രോപ്സുകളുടെ പ്രൊഡക്ഷൻ ഒരു ഗാംബ്ലിംഗ് ആണ്. മൺസൂൺ ഉണ്ടായെങ്കിൽ മാത്രമേ പലപ്പോഴും അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ആ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ഇവർ ലോൺ എടുത്ത പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും ഫാർമേഴ്സ് സൂയിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് തക്കതായിട്ടുള്ള നിയമങ്ങളും അതേപോലെ തന്നെ ഇൻസെൻറ്റീവ്സൊക്കെ ഗവൺമെൻറ് നൽകേണ്ടതാണ് എന്നുള്ള രീതിയിൽ ഒരു കൺക്ലൂഷൻ നിങ്ങൾ കൊടുക്കുക. ദെൻ മെൻഷൻ സം ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് ഹിൻഡർ ദ മെക്കാനിസം ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിൻ്റെ അതിൽ വരുന്ന ചില പ്രോബ്ലംസ് കൊടുക്കുക. അഗ്രികൾച്ചർ മാർക്കറ്റിൽ പലപ്പോഴും അവർക്ക് പ്രോപ്പറായിട്ടുള്ള അവരുടെ പ്രോഡക്റ്റിന് ഫെയർ പ്രൈസ് ലഭിക്കാത്ത അവസ്ഥ വരിക, മാർക്കറ്റിൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുക, ഇൻ്റർമീഡിയറീസ് ആയിട്ടുള്ള ആൾക്കാർ കുറഞ്ഞ റേറ്റ് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക, ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റോറേജ് ഫെസിലിറ്റി, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ഇനാഡിക്വേറ്റ് കവറേജ് ഓഫ് ഫാർമേഴ്സ് ബൈ കോപ്പറേറ്റീവ്സ് ഇൻഎഫിഷ്യൻ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒക്കെ പലപ്പോഴും അഗ്രികൾച്ചർ മേഖലയിൽ ഫാർമേഴ്സ് നേരിടും. ഓർഗാനിക് ഫാമിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ. സബ്സ്റ്റാൻഷ്യൽ എക്സാമിന് 5 മാർക്കോ 3 മാർക്കോ അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ വരുന്നൊരു ചോദ്യമാണ്. ഓർഗാനിക് ഫാമിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ഈച്ച് അതർ. സബ്സ്റ്റാൻഷ്യൽ. In recent years, awareness of the harmful effect of chemical-based fertilizer and pesticides of our health is once arise. അല്ലേ, നമ്മുടെ രാജ്യത്ത് ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി നടത്തുകയും അതുകൊണ്ട് ജനങ്ങൾക്ക് കുറേ മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. എൻഡോസൾഫാൻ ഉപയോഗിച്ചുകൊണ്ട് കാസർഗോഡും കൊല്ലങ്ങളിലും അതേപോലെ തന്നെ ആലപ്പുഴ മേഖലകളിലൊക്കെ ധാരാളം ആൾക്കാർക്ക് അസുഖങ്ങൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനൊരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ പോസിറ്റീവ് സൈഡ്, ആ ഓർഗാനിക് ഫാമിംഗ് ആകുമ്പോൾ ഒരു സസ്റ്റൈനബിൾ ആയിരിക്കും, മറ്റുള്ള അല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന തലമുറയ്ക്ക് ഒരു ദോഷം വരാത്ത രീതിയിൽ, അല്ലേ, ഫ്യൂച്ചർ ജനറേഷന് ഒരു പ്രോബ്ലം വരാത്ത രീതിയിലായിരിക്കും നമ്മൾ അഗ്രികൾച്ചർ ഫാമിംഗ് നടത്തുന്നത്. ഇപ്പോൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നില്ല, കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നില്ല, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നില്ല. ഓർഗാനിക് ഫാമിങ് അതേപോലെ തന്നെ ഓർഗാനിക് ഫാമിംഗ് നമുക്ക് നല്ല ഒരു അഗ്രികൾച്ചർ ക്രോപ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഗുഡ്സ് കിട്ടുന്നതിന് എന്ത് കാരണമാകുന്നുണ്ട്? ഓർഗാനിക് ഫാമിങ് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതി കൊടുക്കുക. Then identify the benefit and the limitations of organic farming. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബെനിഫിറ്റ് ഏതൊക്കെ നോക്കാം. ഓർഗാനിക് അഗ്രികൾച്ചർ ഓഫേഴ്സ് മീൻസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ കോസ്റ്റ്ലി അഗ്രികൾച്ചർ ഇൻപുട്ട് വിത്ത് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഓർഗാനിക് ഇൻപുട്ട് ദാറ്റ് ആർ ചീപ്പർ ആൻഡ് ദെയർബൈ ജനറേറ്റ് ഫുഡ് റിട്ടേൺ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചുള്ള ബെനിഫിറ്റാണ്. ഓർഗാനിക് ഫാമിംഗ് കൊണ്ടുള്ള ബെനിഫിറ്റ് അതേപോലെ തന്നെ ലിമിറ്റേഷൻസും എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സം മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അപ്പോൾ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, എന്തെല്ലാം മെഷേഴ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇൻക്ലൂഡ് ഓൾ ആക്ടിവിറ്റീസ് ഇൻ മൂവിങ് ഫാം പ്രോഡക്ട്സ് ഫ്രം
the producers to the final consumers such as storage, transport, processing, etc. In India, agriculture marketing was regarded as operationally inefficient and exploitative in character. Hence, to improve the position of agriculture marketing, following things are required. ഇപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, പ്രോസസ്സിങ്, എല്ലാ ആക്ടിവിറ്റിയും ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു? അഗ്രികൾച്ചർ മാർക്കറ്റിംഗുമായിട്ട് വരുന്നു. ഇനി ഗവൺമെൻറ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നൽകലാണ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.